പശ്ചിമേഷ്യൻ സംഘർഷം ഉടൻ അവസാനിപ്പിക്കുന്നതാണ് അഭികാമ്യമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ. യുദ്ധം മൂലം പണപ്പെരുപ്പം ഉൾപ്പെടെയുള്ള സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിക്കുകയാണ്. ആക്രമണവും സംഘർഷവും തുടരുമെന്ന് ആവശ്യപ്പെടുന്നവർ പ്രത്യാഘാതങ്ങൾ നേരിടാൻ തയ്യാറാകണമെന്നും ഇറാൻ പ്രസിഡന്റ് പറയുന്നു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, ഇറാൻ പ്രസിഡന്റ് പറയുന്നത് എത്രയും പെട്ടെന്ന് സംഘർഷം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയോട് തന്നെ ആയിരിക്കുമല്ലോ ഈ ഇറാൻ ഇക്കാര്യം പറയുന്നത്. പ്രത്യേകിച്ചും യുദ്ധം മൂലം പണപ്പെരുപ്പം ഉൾപ്പെടെയുള്ള സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിക്കുന്നു, അക്രമവും സംഘർഷവും തുടരണമെന്ന് ആവശ്യപ്പെടുന്നവർ പ്രത്യാഘാതങ്ങൾ നേരിടാൻ തയ്യാറാകണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു വെല്ലുവിളി കൂടിയുണ്ടല്ലോ ഐസൺ ജോസ്. തീർച്ചയായും വിനോദ്, അതിലൊരു വെല്ലുവിളിയും ഒരു മുന്നറിയിപ്പും അല്ലെങ്കിൽ ഒരു സൂചനയും തന്നെയാണ് നൽകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, യുദ്ധം തുടരണം അല്ലെങ്കിൽ അമേരിക്കയുടെ മുന്നിൽ മുട്ടുമടക്കരുത് എന്ന നിലപാട് ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നത് മൊജ്തബ ഖമനേയും അതുപോലെ തന്നെ IRGCയുമാണ്. ഈ രണ്ട് സംവിധാനങ്ങളും അവിടെയുള്ള വ്യവസ്ഥാപിത സംവിധാനമായ മസൂദ് പെസഷ്ക്യാൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടവുമായി അഭിപ്രായ ഭിന്നതയിലാണ് എന്ന വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ മസൂദ് പെസഷ്ക്യാൻ്റെ ഈ വാക്കുകളെ നിരീക്ഷിക്കുകയും ചെയ്യേണ്ടത്. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത്, അധികം വൈകാതെ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് വലിയ ആഘാതങ്ങൾക്ക് വഴിവെക്കും. നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് രാജ്യം നേരിടുന്ന 300% പണപ്പെരുപ്പ് നേരിടുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ വലിയ തോതിലുള്ള പണപ്പെരുപ്പവും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ് ഉൾപ്പെടെയുള്ള വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. സാമ്പത്തികമായി വലിയ തിരിച്ചടികൾ രാജ്യം നേരിടുന്നൊരു പശ്ചാത്തലവുമുണ്ട്. മാത്രമല്ല, അമേരിക്കയുടെ ഉപരോധം ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലൂടെ അതെല്ലാം തന്നെ ഊർജിതമായ അവസ്ഥയിലും കഠിനമായ അവസ്ഥയിലുമാണ്. ഈ സാഹചര്യങ്ങളിലെല്ലാമാണ് യുദ്ധം വൈകാതെ തന്നെ അവസാനിപ്പിക്കുന്നതാണ് ബുദ്ധിപൂർവമായ ഒരു ഇടപെടലെന്ന് കൃത്യമായി മസൂദ് പെസഷ്ക്യാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു സംഘടനയുടെ ഭാഗമായി, മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഭാഗമായി നടക്കുന്ന പരിപാടിയിലാണ് അദ്ദേഹം ഈ കൃത്യമായ നിലപാട് അറിയിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് IRGC ആണ് യുദ്ധം തുടരണമെന്ന നിലപാട് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർ എന്ന് പറയുന്ന സംവിധാനം യുദ്ധം തുടരണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. അതുപോലെ തന്നെ മൊജ്തബ ഖമനേയി ഉൾപ്പെടെയുള്ള പരമോന്നത നേതാക്കളും ഇതേ നിലപാട് സ്വീകരിക്കുന്നു. അവരുമായ ഒരു അഭിപ്രായ വ്യത്യാസം മസൂദ് പെസഷ്ക്യാനുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. അദ്ദേഹത്തിൻ്റെ രാജിയിലേക്ക് വരെ കാര്യങ്ങൾ പോകുന്ന സാഹചര്യമുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ അഭിപ്രായ ഭിന്നതയും അധികം വൈകാതെ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് ഇറാൻ നീങ്ങുമെന്ന ഒരു മുന്നറിയിപ്പും ഇറാൻ പ്രസിഡന്റ് തന്നെ നൽകുകയും ചെയ്യുന്നത്. തീർച്ചയായും അമേരിക്ക ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തേണ്ടതിൻ്റെ അനിവാര്യതയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. വ്യക്തമാണ്. പശ്ചിമേഷ്യൻ സംഘർഷം ഉടൻ അവസാനിപ്പിക്കുന്നതാണ് അഭികാമ്യമെന്ന് ഇറാൻ പ്രസിഡന്റ് പറയുന്നു. ഇതിൻ്റെ പ്രത്യാഘാതം നേരിടാൻ യുദ്ധം അവസാനിപ്പിച്ചില്ല എങ്കിൽ മറ്റുള്ളവർ തയ്യാറാവണം എന്നൊരു വെല്ലുവിളി കൂടി മുന്നോട്ട് വെക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.